നമുക്ക് ഇന്ന് ക്രോഷറ്റ് സ്ട്രോബെറി ഹെയർ ബാൻഡ് ഉണ്ടാക്കിയാലോ? കസ്റ്റമർ എനിക്കൊരു ക്രോഷെ ഫ്രോക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്ട്രോബെറി ഹെയർ ബാൻഡ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ടൂളിപ്പ് ഹെയർ ബാൻഡും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ആദ്യം തന്നെ ഇതിന് 40 ചെയിൻ ഇട്ടു. 2 ചെയിൻ എക്സ്ട്രാ ഇട്ടിട്ട് 40 ഡബിൾ ക്രോഷെ ചെയ്തു. 40 ഡബിൾ ക്രോഷെ കഴിഞ്ഞാൽ നമ്മൾ യാൺ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ റെഡ് കളർ യാൺ അറ്റാച്ച് ചെയ്യാൻ കേട്ടോ. ഇവിടെ കഴിഞ്ഞു. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെയിൻ ഇട്ടിട്ട് വേണം യാൺ കട്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മളിതാ വീണ്ടും ഫസ്റ്റ് തന്നെ വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് 2 ചെയിൻ ഇട്ടിട്ട് റെഡ് കളർ ജോയിൻ ചെയ്യാണ്. ആദ്യത്തിൽ ഒരു ഡബിൾ ക്രോഷെ ചെയ്യാം. എന്നിട്ട് 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം മൂന്നാമത്തേതിൽ 4 ഡബിൾ ക്രോഷെ ചെയ്യാം കേട്ടോ. 4ാമത്തെ ഡബിൾ ക്രോഷെ ഹാഫ് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്യാൻ ഗ്രീൻ കളർ യാൺ കൊണ്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഓരോരോ ഡബിൾ ക്രോഷന്റെ ഉള്ളിൽ കൂടെയും യാൺ ഓവർ ചെയ്യണം കേട്ടോ. അതെന്താ വെച്ചാൽ ഒരു ലീഫ് പോലെ വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ എത്തിയതിനു ശേഷം ഗ്രീൻ കളർ ആഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റത്തേലേക്ക് ഈ ഗ്രീൻ കളർ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മൾ ഡബിൾ ക്രോഷെ സ്റ്റാർട്ട് ചെയ്തതിലേക്ക് ഗ്രീൻ കളർ, അതായത് 4 ഡബിൾ ക്രോഷയിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷെ ചെയ്തില്ല. എന്നിട്ട് ഇതാ ഓരോരോ ചെയിനില്ലേ ഓരോരോ ഡബിൾ ക്രോഷന്റെ ഉള്ളിൽ കൂടെയും യാണ് ഇടുക, അല്ല ഹുക്ക് ഇടുക. എന്നിട്ട് യാണ് പുള്ള് ചെയ്യുക. അപ്പോൾ ഒരു ഇതള് കിട്ടും, 2ാമത്തെ പെറ്റല് കിട്ടും, 3ാമത്തേൻ്റെ കൂടെ ഇടുക. അപ്പോൾ നമ്മളുടെ ഹുക്കിൽ മൊത്തം 4 യാൺ ഓവർ ഉണ്ടാവും. എന്നിട്ട് എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടെ യാൺ എടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും റെഡ് കളർ അറ്റാച്ച് ചെയ്യാം. ഒരു ചെയിൻ ഇടാം. ഒരു ചെയിൻ ഇട്ടതിന് ശേഷം 2 ഡബിൾ ക്രോഷെ സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും 3ാമത്തേൽ 4 ഡബിൾ ക്രോഷെ ചെയ്യാം. 4 ഡബിൾ ക്രോഷെ ചെയ്തിട്ട് മെല്ലെ ഗ്രീൻ കളർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഹുക്ക് മെല്ലെ അതിൽ നിന്ന് എടുത്തതിന് ശേഷം ഫസ്റ്റ് ഡബിൾ ക്രോഷെ ചെയ്തതിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു ലൂപ്പ് പുള്ള് ചെയ്തെടുക്കുക. ആ ഗ്രീൻ കളർ എടുത്തതിന് ശേഷം പിന്നെ ഓരോ ഡബിൾ ക്രോഷൻ്റെ ഉള്ളിൽ കൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഗ്രീൻ കളർ പുള്ള് ചെയ്യുക. അങ്ങനെ നമ്മളുടെ ഹുക്കിൽ 4 ഗ്രീൻ കളറിൻ്റെ ലൂപ്പ് ഉണ്ടാവും. ഇതിൻ്റെ മൊത്തം ഉള്ളിൽ കൂടി നമ്മൾ പുള്ള് ചെയ്തെടുക്കാം. റെഡ് കളർ കൊണ്ട് ഒരു ചെയിൻ ഇടാം. ഈ പ്രോസസ്സ് ഈ ഒരു അറ്റം വരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് യാൺ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു ചെയിൻ ഇട്ടിട്ട് തന്നെ യാൺ കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ വീണ്ടും ഓഫ് വൈറ്റ് കളർ യാൺ ഒന്നും കൂടി അറ്റാച്ച് ചെയ്യാം. ഈ ഒരു ഓഫ് വൈറ്റ് കളർ യാൺ അറ്റാച്ച് ചെയ്യുമ്പം ഫസ്റ്റത്തേൽ 3 ചെയിൻ ഇടാം, ഒരു ഡബിൾ ക്രോഷെ ചെയ്യാം. എന്നിട്ട് ഒരു മൊട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് എൻറ്റയർലി ഓരോരോ 2 മൊട്ടുകൾ തമ്മിലുള്ള ഗ്യാപ്പിനിടയിൽ 3 ഡബിൾ ക്രോഷെ വീതം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് എന്താണ് നമ്മൾ ഈ ആ ഒരു അറ്റത്തായി ആ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാൺ കട്ട് ചെയ്യണ്ട. കാരണം നമുക്ക് ടൈ ചെയ്യുന്ന രീതിയിലേക്ക് ഇത് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ഓരോരോ ഇങ്ങനെ വിലങ്ങനെ സിംഗിൾ ക്രോഷെ ഇട്ടിട്ട് ചെയ്യാം. എന്നിട്ട് ഓരോരോ അറ്റത്ത് നിന്നും 2 ഈച്ച് സിംഗിൾ ക്രോഷെ ഡിക്രീസ് ചെയ്യാം. അങ്ങനെ ഒരു 3 റോ ചെയ്യുമ്പോഴേക്കും ഒരു സിംഗിൾ ക്രോഷെ കിട്ടുന്ന രീതിയിലേക്ക് എത്തും. അവിടുന്ന് നമുക്ക് ഒരു 40 ചെയിൻ ഇടാം, യാൺ കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയിൻ ഇട്ടതിന് ശേഷം സിംഗിൾ ക്രോഷെ ചെയ്യണമെങ്കിലോ സ്റ്റിച്ച് ചെയ്യണമെങ്കിലോ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും ഓഫ് വൈറ്റ് യാൺ അറ്റാച്ച് ചെയ്തതിന് ശേഷം 5 സിംഗിൾ ക്രോഷെ ചെയ്യാം. ഓരോ അറ്റത്തു നിന്നും ഓരോ സിംഗിൾ ക്രോഷെ വീതം ഡിക്രീസ് ചെയ്തിട്ട് പിന്നത്തെ റോയിൽ 3 സിംഗിൾ ക്രോഷെ ആവും. പിന്നത്തെ റോല് ഒരു സിംഗിൾ ക്രോഷെ ആവും. അത് നെക്സ്റ്റ് അറ്റത്തേക്ക് നമ്മൾ യാൺ എത്തിയിട്ടുണ്ട്. വീണ്ടും അത് അവിടെ ഓഫ് വൈറ്റ് യാൺ ഇങ്ങനെ വിലങ്ങനെ ആഡ് ചെയ്യുക. ഓരോരോ അറ്റത്തും ഓരോരോ സിംഗിൾ ക്രോഷെ വീതം 5 സിംഗിൾ ക്രോഷെ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് റോയിൽ നമ്മൾ ഈ സിംഗിൾ ക്രോഷെ 2 സൈഡിൽ നിന്നായിട്ട് ഡിക്രീസ് ചെയ്യുക കേട്ടോ. നടുവിൽ സെയിം രീതിയിൽ ചെയ്യുക. അങ്ങനെ ചെയ്ത് അവസാനം ഒരു സിംഗിൾ ക്രോഷെ എത്തുമ്പോൾ ഒരു 40 ചെയിൻ ഇട്ടതിന് ശേഷം യാൺ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്രോഷെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്.